നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓറക്കൽ മെസ്സേജ് ആണ് ആദ്യം നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്ര റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത്, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, നിങ്ങൾ എന്താണ് അറിയേണ്ടത്? ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കുറച്ച് കാർഡുകൾ തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും കാർഡുകളാണ് ഇവിടെ തിരിഞ്ഞത്. അപ്പോ നമ്മൾ നോക്കുകയാണ്. 4 കാർഡുകൾ വന്നിട്ടുണ്ട്. ഒന്ന് പറയുന്നത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് തരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ തേർഡ് ഐ ചക്ര അൺബ്ലോക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ എല്ലാത്തിലും ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കണം. പ്രശ്നങ്ങൾ വരും ജീവിതത്തിൽ, മനുഷ്യജന്മമാണ്. ഏത് ജന്മമാണെങ്കിലും എല്ലാ ജീവജാലങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും. മനസ്സിലായോ? അപ്പോ അതിനെ പോസിറ്റീവായിട്ട് കാണുക. അത് ഒരു എന്താ പറയാ, ദുരിതമായിട്ട് കണ്ടിട്ട് അതിനെ എപ്പോഴും പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിനെല്ലാത്തിനും, എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ അത് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ നിസ്വാർത്ഥമായിട്ട് സഹായിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങൾ അറിയേണ്ടിരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള എനർജി. അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള എനർജി? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? ഇതൊരു അബാൻഡൻ ചെയ്ത്, ഒന്നില്ലെങ്കിൽ ഇത് ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാവും നിങ്ങൾ തമ്മിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് തരാൻ പറ്റുന്നില്ല. ആ വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ വളരെ ഇമോഷണലി രണ്ടുപേരും ഭയങ്കര ഡിസ്റ്റൻസ്ഡ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും പ്രശ്നമില്ലായിരിക്കാം, പ്രാക്ടിക്കലും ലോജിക്കലുമായ കാര്യം, എന്ത് സഹായം. പക്ഷെ നിങ്ങൾ സങ്കടം വരുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞു പെരുമാറാൻ നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ലായിരിക്കാം. അതുപോലെ തന്നെ ആയിരിക്കാം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് അറിഞ്ഞു പെരുമാറാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ വ്യക്തിക്ക് സങ്കടം വരുമ്പോഴും ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴും ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ നിങ്ങൾ ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ആ ഒരു ഇമോഷൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് ഇത്ര ഇമോഷണൽ ആവാൻ എന്താ കാര്യം എന്ന ഒരു മൂഡ് പോലെ. അത് നിങ്ങളുടെ സ്വഭാവമാവാം, ആ വ്യക്തിയുടെ സ്വഭാവമാവാം. അപ്പൊ ഇമോഷണലി നിങ്ങൾ തമ്മിൽ ഒരു കമ്പാറ്റബിലിറ്റി ഇല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഓക്കെ ആണ്. പൈസയുടെ കാര്യത്തിലും എന്താ പറയാ, സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. പക്ഷെ ഇമോഷൻ വരുമ്പോ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ലോജിക്കലായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇമോഷൻസ് വരുമ്പോ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ സോഡിയാക് സൈൻസ് ആണിത്. അപ്പൊ ഒരു ഇമോഷൻസിന്റെ ഒരു കുറവ്, അല്ലെങ്കിൽ ഇമോഷൻസ് മനസ്സിലാക്കി പെരുമാറാൻ പറ്റുന്നില്ല എന്നൊരു ചിന്ത രണ്ടുപേരുടെയും മനസ്സിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ 2 of Cups ആണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട് നിങ്ങൾ തമ്മില്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പാഷനറ്റ് ആണ് രണ്ടുപേരും തമ്മില്.
നന്നായിട്ട് സംസാരിക്കുന്നവരാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവരാണ്, എല്ലാം സ്വയം ചെയ്യാൻ പര്യാപ്തതയുള്ള രണ്ടുപേരാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പൈസ എങ്ങനെ ഉണ്ടാക്കണം, പൈസ എവിടെ നിന്ന് കൊണ്ടുവരണം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പൊ വേറെ ഒരു കാര്യത്തിലും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല. ഇമോഷൻസ് വരുമ്പോ ചെറിയൊരു പണി കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഏറീസ് സോഡിയാക് സൈൻ ആണ് കേട്ടോ. അപ്പോ നിങ്ങൾ അവസാനമായിട്ട് കണ്ടുമുട്ടിയപ്പോ എന്ന് വെച്ചാല് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരാകാം, ഒരുമിച്ച് താമസിക്കുന്നവരാകാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പിരിയുമ്പോ എന്ന് വെച്ചാൽ ഓഫീസിലേക്ക് രണ്ടുപേരും പോകുന്നതാവാം, ഒരാൾ ഓഫീസിലേക്ക് പോകുന്ന ഒരാൾ വീട്ടിലിരിക്കുന്നതാവാം. എന്തായാലും അവസാനമായിട്ട് നിങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എന്താണ് നമ്മൾ നോക്കുന്നത്. അത് ഇന്ന് രാവിലെ ആവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളല്ലെങ്കിൽ. ഇവിടെ എന്തോ ഒരു പ്ലാനിങ്, പൈസയുടെ എന്തോ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായി. ഇവിടെ ഒരാൾ ഇമോഷൻസ് ആഗ്രഹിക്കുന്ന, ഒരാള് പൈസ ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടുപേരും നൈറ്റ്സ് ആണ്. നൈറ്റ്സ് എന്ന് പറയുമ്പോൾ വിവാഹിതരല്ലാത്തവര്. അപ്പൊ ചിലപ്പോൾ ലിവ് ഇൻ ടുഗെദർ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം, കല്യാണത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ചിലര് കല്യാണത്തിലേക്ക് എത്തിയിട്ടുണ്ടാവാം. ഇവിടെ കാണിക്കുന്ന എനർജി കല്യാണത്തിലേക്ക് എത്താത്ത രണ്ടുപേരാണ്. സെയിം സെക്സ് റിലേഷൻഷിപ്പും ആകാൻ വഴിയുണ്ട്, രണ്ടാണുങ്ങൾ തമ്മിലോ രണ്ട് പെണ്ണുങ്ങൾ തമ്മിലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഒരാൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്, ഒരാൾ ലോജിക്കലും പ്രാക്ടിക്കലുമായി പൈസ ആണ് എല്ലാത്തിലും ഇമ്പോർട്ടന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാള് സ്നേഹമാണ് എല്ലാത്തിലും ഇമ്പോർട്ടന്റ് എന്ന് കണക്കാക്കുന്ന രണ്ടുപേരെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്താണ്? അപ്പൊ ഇതിനൊരു ചർച്ച നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. അപ്പം ഒരു സന്തോഷമില്ലായ്മ നിങ്ങൾ തമ്മിലുണ്ടായി. അപ്പോ രണ്ടുപേർക്കും ജയിക്കണം. രണ്ടുപേരും പറയുന്നത് ശരിയാണെന്ന്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ പറയും അല്ല അയാൾ പറയുന്നത് ശരി. അത് അംഗീകരിച്ചു കൊടുക്കാൻ രണ്ടുപേർക്കും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ അവസാനമായി നേരിട്ട് കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോ ഒരാൾക്ക് ചിലപ്പോ അമ്മയാവണം അല്ലെങ്കിൽ അച്ഛനാവണം എത്രയും പെട്ടെന്ന് എന്ന് ആഗ്രഹിക്കുമ്പോ, മറ്റേയാൾ അല്ലല്ല പൈസയായി നമ്മളൊരു വീടൊക്കെ വെച്ച് നമ്മൾ സെറ്റിൽ ആയതിനു ശേഷം മതി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരാള്. അപ്പോ ഈ പൈസയുടെ പുറകെ പോകുന്ന ഒരാള്, അയാൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പൈസയുടെ പുറകെ പോകുന്ന ആള് പറയുന്നത് ഇപ്പൊ നമ്മൾ സെറ്റിൽഡ് അല്ല, നിങ്ങൾ അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ അല്ല, കുട്ടികളുടെ കാര്യമൊക്കെ വരുമ്പോ കുറച്ച് പണിയാണ്, അതുകൊണ്ട് നമുക്ക്, എന്നാലും നിങ്ങൾ തമ്മിൽ പാഷന് കുറവൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയ സന്തോഷമില്ലായ്മ എവിടെയോ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ ഇമോഷണൽ ആവുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചും കൂടി ഇമോഷണൽ ആയാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പി ആവും, അല്ലെങ്കിൽ നേരെ തിരിച്ച് സങ്കടം, ദേഷ്യം അതിലേക്ക് പോകും. പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അത്രയും ഇമോഷൻസിൽ ആയ ആളുകള് അത്രയും പ്രാക്ടിക്കൽ ആവാൻ ചാൻസ് കുറവാണ്. അപ്പോ നിങ്ങളുടെ ഇമോഷൻസ് ഇടയ്ക്ക് കയറി. ഇവരങ്ങനെയല്ല, ഇവർ വളരെ പ്രാക്ടിക്കൽ ലോജിക്കൽ ആയിട്ട് ഇവർ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന എനർജികളാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ആരാണോ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്, മറ്റേ ആള് അതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. മനസ്സിലായി? ഓഫീസിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ലൈഫിൽ എന്ത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവരാണെങ്കിലും ഇവിടെ ഒരു ഇമോഷനും പ്രാക്ടിക്കാലിറ്റിയുടെ ഇടയിൽ വരുമ്പോ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ നിങ്ങൾ അവസാനമായി കണ്ടപ്പോ ഒരു പ്രശ്നമുണ്ടായി. നിങ്ങൾ വിവാഹം കഴിക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ്, സ്റ്റെബിലിറ്റി ഉണ്ട്, രണ്ടുപേരും റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ അതിനുശേഷം ഉണ്ടാകേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അത്ര വലിയ യോജിപ്പില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ലിയോ വന്നിട്ടുണ്ട്, ഏരീസും ലിയോ ആണ് വന്നേക്കുന്നത്. ഫയർ സൈൻസ് ആണ് രണ്ടും. ഓക്കെ, എന്താണ് അപ്പൊ നിങ്ങള് അവസാനം കണ്ടപ്പോ ഇതാണ് ചർച്ച ഉണ്ടായത്. എന്താണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇപ്പോഴും നിങ്ങളോട് വളരെ പാഷനറ്റ് ആണ് ഈ വ്യക്തി. നിങ്ങളുമായിട്ടുള്ള ബന്ധം വളരെയധികം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നിങ്ങളുമായിട്ട് വളരെയധികം അടുപ്പമുള്ള ഒരാളാണ്. നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ
നിങ്ങൾ ഭർത്താവായിട്ട് വരണം അല്ലെങ്കിൽ ഭാര്യയായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ നിങ്ങളുടെ വ്യക്തി കുറച്ചൊന്ന് തന്നാലോ എന്ന് ആലോചിക്കുന്നത്. എന്ന് വെച്ചാല് റിലേഷൻഷിപ്പിൽ പ്രശ്നമാകും എന്ന് പറയുമ്പോൾ എത്രയൊക്കെ എന്താ പറയാ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റി ആണെങ്കിലും ഒന്ന് അപ്പൊ ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് മറ്റേയാളാണ്, നിങ്ങളുടെ വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി വിചാരിക്കുന്നത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ ലീഡർഷിപ്പ് അത്രയും വലിയ സ്ട്രോങ് ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ ഞാൻ അങ്ങനെ വളരെ റൂഡായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളാണ് ഞാൻ തീരുമാനിക്കുന്നതാണ് ശരിയെന്ന് ശാഠ്യം പിടിക്കുന്നതിൽ അർത്ഥമില്ല. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഹാപ്പി ആയിരിക്കണം, അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിട്ട് വ്യക്തിക്ക് ടെൻഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വലിയ ജാടയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലൊരു പേടിയുണ്ട്, റിലേഷൻഷിപ്പ് പ്രശ്നത്തിലേക്ക് പോകുമോ, നിങ്ങൾ നഷ്ടമാകുമോ എന്നൊക്കെ ഒരു പേടി ഉള്ളത് കൊണ്ട് ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യണം. ഇനി നിങ്ങളെ കാണുമ്പോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോ ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തി പൈസ വളരെയധികം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങൾ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ, നിങ്ങൾ റിലേഷൻഷിപ്പ് നഷ്ടമായി കഴിഞ്ഞാൽ അത് ഈ വ്യക്തിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം ഈഗോ കുറച്ചൊന്ന് മാറ്റി വെക്കാൻ ഈ വ്യക്തി റെഡി ആവുന്നുണ്ട്. അതിന് ഒരു കാരണം ചിലപ്പോ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് വഴക്കടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവില്ല. ഈ വ്യക്തിയുടെ ശാഠ്യത്തിനൊത്ത് നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ വ്യക്തി ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതേസമയം നിങ്ങളും ഈ വ്യക്തിയും ഒരേ ലെവലിൽ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എവിടെയും എത്തില്ല. അപ്പൊ നിങ്ങളുടെ ഒരു സ്വരുമയോടെ പോകണമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയോട് ഓപ്പൺ ആയിട്ട് ഫൈറ്റ് ചെയ്യാത്തത് കൊണ്ട്, നിങ്ങളുടെ ദുഃഖം മനസ്സിൽ ഒതുക്കുന്നത് കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ അടിയറവ് വെക്കണം, സ്വന്തം ഈഗോ മാറ്റി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ആരെങ്കിലും ഒരാളൊന്ന് താന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് ഈ വ്യക്തി കുറെ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഇവിടെ? നിങ്ങളോട് പറയുന്നത് റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടില്ല. ഇത് ഇന്ന് കാലത്ത് കഴിഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ അവസാനം കണ്ടപ്പോ സംസാരിച്ച കാര്യങ്ങളോട് റിലേഷൻഷിപ്പ് തീരെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാവും, പേടി ഉണ്ടാവും, ഇത് റിലേഷൻഷിപ്പ് പോകുമോ എന്നൊക്കെ. ചിലപ്പോ പുള്ളി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് ഇത് അവസാനമല്ല, റിലേഷൻഷിപ്പില് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും, ഇവിടെ ഒരു ബാലൻസ് വരും. ഇപ്പൊ ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടെന്നേ ഉള്ളൂ, അത് തന്നെത്താനെ അത് നോർമൽ ആയിക്കോളും എന്ന് യൂണിവേഴ്സ് നിങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ട്. സ്കോർപിയോയും സാജിറ്റേറിയസുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ റിലേഷൻഷിപ്പില് പ്രശ്നങ്ങളുണ്ട്, എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സ്വരുമയോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ച് തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.